രാജകുമാരി, അവിടത്തേക്ക് വേണ്ടി നാം സ്വർണത്താൽ നിർമ്മിതമായ പാദുകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാദുകങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അണിഞ്ഞാൽ തികച്ചും സാധാരണമായി കാണപ്പെടുന്നതാണ്. ഇപ്രകാരം പാദുകങ്ങൾ ലോകത്തിൽ ഒന്നു മാത്രമേ ഉണ്ടാകൂ. അത് അവിടുത്തെ പാദങ്ങളിൽ ശോഭ നൽകുന്നതാണ്. വളരെയേറെ ഭംഗിയും ഉണ്ടാകും. പ്രണാമം രാജകുമാരി. രൂപവതി, ഇത് നോക്ക്. ഇതാണ് കുന്തള രാജ്യത്തെ രാജകുമാരൻ. നിനക്ക് ഓർമ്മയുണ്ടോ? ഈ രാജകുമാരന്റെ ചിത്രം ഞാൻ നിനക്ക് കാണിച്ചു തന്നിരുന്നു. രാജകുമാരി, അവിടേക്ക് നാം ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഉത്തരീയം. പ്രണാമം. നാം അനൽ രാജ്യത്തെ രാജകുമാരനാണ്. അവിടത്തേക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായി ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ നാം അവിടത്തേക്ക് വേണ്ടി സവിശേഷമായ ഒരു കേശതൈലം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ അസാധാരണമായ സുഗന്ധം ഏറെ നേരത്തേക്ക് അവിടുത്തെ കേശത്തിലുണ്ടാകും. അത്രയും സമയം അവിടത്തേക്കൊരു പ്രത്യേക സ്ഥാനം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏവർക്കും നാം വളരെയേറെ നന്ദി പറയുന്നു. നിങ്ങൾ ഏവരും നമുക്ക് വേണ്ടി ഇത്രയേറെ ഉപഹാരങ്ങൾ കൊണ്ടുവന്നു. അതിനുവേണ്ടി നാം കടപ്പെട്ടിരിക്കുന്നു. കേവലം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ രാജ്യത്തിലെ ഓരോ വ്യക്തികളോടും നാം കടപ്പെട്ടിരിക്കുന്നു. മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ചിപ്പികളിൽ നിന്ന് മുത്തു വേർതിരിച്ചെടുക്കുന്നവർ, അന്ധകാരം നിറഞ്ഞ ഖനികളിൽ കടന്നു ചെന്ന് വജ്രശേഖരം കണ്ടുപിടിക്കുന്നവർ, അതുപോലെ അവ മുറിച്ചെടുത്ത് അതിസുന്ദരമായ വജ്രകണങ്ങളാക്കി മാറ്റുന്നവർ, അതുപോലെ ആ സ്വർണ്ണ പണിക്കാരൻ മഹത്തരമായ ഔഷധം നിർമ്മിച്ചവർ, അതുപോലെ ഈ വസ്ത്രം നെയ്തവർ, അവരെ എല്ലാവരെയും അവരുടെ കഴിവുകൾ കൊണ്ടാണ് ഈ ഉപഹാരങ്ങൾ തയ്യാറാക്കിയത്. നാം അവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒന്നോർക്കണം, ഈ സ്വർണവും വെള്ളിയും മുത്തും പവിഴവും സർവ്വതും കാലം കടന്നു പോകുമ്പോൾ നഷ്ടമാകുന്നതാണ്. അത് സംഭവിച്ചേ മതിയാകും. എന്നാൽ കഠിനമായ അധ്വാനം കൊണ്ട് ഈ ഉപഹാരം നിർമ്മിച്ചവരും അതുപോലെ ഉപഹാരം നമുക്ക് നൽകിയവരും എത്ര ആദരവോടെയാണ് നൽകിയത്. അതിനേക്കാൾ മൂല്യമുള്ളതായി മറ്റെന്താണുള്ളത്? പിതാശ്രീ, അങ്ങ് ജ്യേഷ്ഠത്തിയെ തടയാത്തതെന്താണ്? അവൾ എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ ഇത്രയും വലിയ കാര്യങ്ങൾ കേട്ടാൽ ഈ രാജകുമാരന്മാർ അസന്തുഷ്ടരായാലും അപ്പോൾ ഇത്രയും ചിലവ് മുടക്കി ചടങ്ങ് നടത്തിയതെല്ലാം വെറുതെയായി തീരുന്നതാണ്. അങ്ങ് അവളെ തടഞ്ഞാലും തടയൂ. ആഹാ രാജകുമാരി, അവിടെ നിന്നിരുന്നാലും ദൈവത്തിരുന്നാലും അനൽ രാജ്യത്തിലെ രാജകുമാരൻ നിൽക്കുകയാണ്. അങ്ങും അവിടെ ഇരുന്നാലും നാം അനൽരാജ്യത്തെ രാജമാതാവാണ്. അനൽരാജ്യത്തെ അനുഷ്ഠാനമനുസരിച്ച് നാമും രൂപനഗരത്തിലെ രാജകുമാരിക്ക് ഉപഹാരം നൽകാൻ ആഗ്രഹിക്കുന്നു. അഥവാ നിങ്ങളെല്ലാവർക്കും വിരോധമില്ലെങ്കിൽ മാത്രം. ഇല്ല ഇല്ല, വിരോധം എന്തിനാണ്? വന്നാലും അവിടുന്ന് വന്നാലും.
ഇത്തവണ നാം ഏറ്റവും ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടതാണ്. യാതൊരു പിഴവും സംഭവിക്കാൻ പാടില്ല. ഏറ്റവും സമർത്ഥമായി പദ്ധതി നിറവേറ്റണം. അല്ല പുത്രി, ഇത് സമ്മാനിക്കാൻ സഹായിക്കാമോ? ഇപ്പോൾ നമുക്ക് കാര്യം ഉറപ്പായി. ഈ രാജകുമാരിയുടെ തോഴി യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യമുള്ള പെൺകുട്ടിയാണ്. രാജകുമാരി, എന്താണ് സംഭവിച്ചത്? ഇത് നോക്കൂ, നമുക്കിവിടെ പൊള്ളൽ അനുഭവപ്പെടുന്നു. പൊള്ളലുണ്ടാകുന്നത് എങ്ങനെ? കാണിക്കൂ, കാണിക്കൂ. നിങ്ങളാരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നിങ്ങൾ ഏവരും അതിഥി മന്ദിരത്തിൽ പോയി വിശ്രമിക്കൂ. പുറത്തെ സംഭവങ്ങൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. വരൂ കുമാര. രൂപവതി, പടയാളികളെ, നീ എവിടെ പോകുന്നു വിഷകേതു? നമ്മുടെ ഇന്ദ്രജാലം പ്രയോജനപ്പെടുന്നില്ല. നീ നമ്മോടൊപ്പം വരൂ.